നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ നിങ്ങളുടെ റിലേഷനിൽ ഉടനെ വരാൻ പോകുന്ന ഒരു മിറാക്കിൾ മാറ്റം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നത്. ടാരോ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കാനുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ചില തെറ്റുകൾ തിരുത്താനും ചില കാര്യങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ ഇത് നല്ലൊരു ഗൈഡൻസ് ആയിട്ടാണ് കാണുന്നത്. ലൈഫിൽ വരുന്ന ബ്ലോക്കേജുകൾ, തടസ്സങ്ങൾ അതേത് രീതിയിൽ പരിഹരിക്കണം എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശവും എല്ലാം നമുക്ക് ടാരോ റീഡിങ്സിൽ നിന്ന് കിട്ടും. ശത്രുക്കൾ ആരാണെന്നും ശത്രുദോഷം ചെയ്തിരിക്കുന്നത് എന്താണെന്നും ബ്ലാക്ക് മാജിക് പോലുള്ള എനർജികൾ ഉണ്ടോ എന്നും പൂർവിക കർമ്മ നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ മറികടക്കേണ്ടതെന്നും എല്ലാം നമുക്ക് ഓരോ ടാരോ റീഡിങ്സിലൂടെയും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണമെങ്കിൽ നിങ്ങൾ അതിൽ കൊടുക്കുന്ന വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ബന്ധങ്ങളിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അപ്പം നിങ്ങളുടെ റിലേഷനെക്കുറിച്ച് നിങ്ങളിപ്പോൾ കറൻ്റ്ലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർമ്മ ബേസിൽ വന്നിരിക്കുന്ന ബന്ധമാണ്. കർമ്മയെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനിലാണ് നിങ്ങൾ കറൻ്റ്ലി ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ വന്ന് നിൽക്കുന്നത്. അതേത് റിലേഷനാണെങ്കിലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണുമായിട്ടുള്ള ഒരു എനർജി കർമ്മ ബേസിൽ തന്നെ വന്നിരിക്കുന്നതാണ്. നമുക്കിവിടെ ജസ്റ്റിസിൽ നമുക്കിവിടെ എനർജിയിലെ ഒരു അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ജനുവരി മാസത്തിൻ്റെ എനർജിയും അതുപോലെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും കൂടാതെ തന്നെ നമുക്ക് ഈ എനർജി കണക്റ്റഡ് ആയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ബന്ധം കർമ്മ ബേസിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നും നല്ലതും ചീത്തയുമാകുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും പൂർവ്വജന്മ അല്ലെങ്കിൽ പൂർവ്വ കർമ്മ ബേസാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതും 3 ഓഫ് സോഴ്സിൻ്റെ എനർജി ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നുണ്ട്. ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു ശാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജിയുടെ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അട്രാക്റ്റഡായി പെട്ടെന്ന് കണക്റ്റഡ് ആയ ചില സിറ്റുവേഷൻസുകളാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കാണുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ട സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തോ ഒരു പരിചയം ഒരു മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്ന പോലെ നിങ്ങൾക്കൊരു അത്ഭുതം ഫീൽ ചെയ്തതുപോലുള്ള ഒരു എനർജി കണക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കൺഫ്യൂഷൻ എനർജിയിലൂടെ തുടങ്ങിയ ബന്ധമാണ്. അതായത് ഇത് നല്ലതാണോ ചീത്തയാണോ പെട്ടെന്ന് തന്നെ കണക്റ്റഡായി നിങ്ങൾ മുന്നോട്ടേക്ക് പോയി എങ്കിൽ പോലും ഈ ഒരു റിലേഷൻ്റെ എനർജിയിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഇത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വലിയ ഒരു
സ്ട്രോങ് ആയ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു എനർജിയിൽ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ, അതായത് ഇമോഷണൽ ചീറ്റിംഗ് നിങ്ങൾക്ക് അനുഭവിച്ച സിറ്റുവേഷൻസുകളും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കറൻറ്റ്ലി നിങ്ങൾ ഇമോഷണൽ ചീറ്റിങ്ങിലൂടെ പെയിൻ എനർജിയിലൂടെ ഈ ഒരു ബന്ധത്തിൽ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൺഫ്യൂഷൻ എനർജി ഉണ്ട്, അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല, എന്നാൽ ഈ ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇതിനകത്ത് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നോ കോണ്ടാക്റ്റ് എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്നും ഒന്നെങ്കിൽ ആ ഒരു പേഴ്സൺ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മുന്നിൽ യാചിച്ച് നിൽക്കേണ്ടി വരുന്ന ആ ഒരു വ്യക്തിയോട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ മുമ്പിൽ ബെഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ കറൻറ്റ്ലി നിങ്ങളുടെ ഒരു എനർജി മൈൻഡ് ലോസിങ് ആണ്, അതായത് ലോസ് എനർജിയാണ് ഫീൽ ചെയ്യുന്ന ഒരു ദാരിദ്ര്യമാണ്. അതായത് നമുക്കതിനകത്തൊരു ആത്മസംതൃപ്തി ഇല്ല. ഒരു കുറച്ചെങ്കിലും ഒരു പ്രസൻസ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അസംതൃപ്തിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അസംതൃപ്തിയിൽ നിൽക്കുന്ന, അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്നാൽ അതിനകത്ത് നിന്നും പുറത്ത് കടക്കാനും പറ്റാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ ശരിക്കും ഒരു ട്രാപ്പ്ഡ് എനർജി ഫീലിങ്സിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന വേറെ ചില എനർജികളുടെ പ്രസൻസും, അതുപോലെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ചുമരിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതെല്ലാം കൂടി നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആക്ഷൻ എടുക്കാൻ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് പറ്റുന്നില്ല. ഒന്നിലധികം വ്യക്തികൾക്കറിയാം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള എനർജി പ്രസൻസ്. അതല്ല എങ്കിൽ മറ്റാരൊക്കെയോ നിങ്ങളെ ഈ ഒരു എനർജിയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റേതൊക്കെയോ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഇതിനകത്ത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകളെ ബേസ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് കണക്റ്റഡ് ആയ വ്യക്തികളെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തി നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് ഈ ഒരു പേഴ്സൺ മാറി നിൽപ്പുണ്ടാവാം. എന്താണെങ്കിലും സാമ്പത്തികപരമാകുന്ന ഒരു ലോസ് കൂടി ഒരു എനർജിയിൽ നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ലോസാണ് അവിടെ കാണുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്നത് ഡിഫിക്കൽറ്റിയാണ്. കൂടാതെ തന്നെ ഇതിനകത്തൊരു ബ്ലോക്കേജ്, ബ്ലാക്ക് എനർജിയുടെ പ്രസൻസും ഉണ്ട്. അതായത് ചില നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ, അതായത് ചിലപ്പോൾ അത് എന്ത് കാര്യവുമാവാം, ഒരു ഒരു ഇമോഷൻസിനെ നിങ്ങൾക്ക് മുമ്പിൽ ഇമോഷൻസ് പ്രകടിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ, ചില ഭൗതികമാകുന്ന നേട്ടങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില നേട്ടങ്ങൾ, അതല്ലെങ്കിൽ ഫിസിക്കൽ പരമാകുന്ന ചില നീഡ്സ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ചില എനർജികൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയെന്നാണ് കാണുന്നത്. അതായത് സ്നേഹം പ്രകടിപ്പിച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് മറ്റു പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ട സിറ്റുവേഷൻസും കൂടി ഈ ഒരു എനർജിയിലുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പ്രഷ്യസ്നെസ് അല്ല. നിങ്ങൾക്ക് ചില പാഠങ്ങൾ, ചില ലെസൺ പഠിക്കാനുള്ള ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഇതൊരു പൂർവ്വ കർമ്മ എനർജി ഉണ്ട്, പൂർവീക കർമ്മ. അതായത് നിങ്ങളുടെ ഫാമിലിയെ ബേസ് ചെയ്തുള്ള ഒരു എനർജി പ്രസൻസും ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബ അംഗങ്ങളുടെ എനർജിയിലേക്ക് കൂടി ഈ ഒരു ബന്ധത്തെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിക്ക് ചില ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ലോങ് ടൈം സക്സസ്സിനെ കണക്റ്റ് ചെയ്തും ഈ ഒരു റിലേഷൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നു എന്നും പറയാൻ പറ്റും. വളരെ ശക്തമാകുന്നൊരു ഹൈഡിങ് എനർജി ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ച് തന്നെയാണ് ചിലപ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഫാമിലിപരമാകുന്ന ചില പ്രശ്നങ്ങളുമെല്ലാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച ചില പ്രശ്നങ്ങളുമെല്ലാം ഇവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തി ഒരു ട്രാവലിംഗ്, ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു ട്രാവലിംഗ് ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എനർജിയിലേക്ക് ദൂരേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് നിന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന
എനർജി കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഓപ്പൺ എനർജിയോട് കൂടി സംസാരിച്ച വ്യക്തിയല്ല ആ ഒരു വ്യക്തി ഒറിജിനൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മുഖം മൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഈ ഒരു എനർജി സോൾ കണക്ഷനാണ്. നിങ്ങളുടെ സോൾ എനർജിയെ ബേസ് ചെയ്തുള്ള, അതായത് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും ഈ ഒരു വ്യക്തിയിൽ നിന്നും ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കടന്നു പോകേണ്ട വ്യക്തി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരു സോൾ കണക്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി പാസ്റ്റിൽ ഇമോഷണലി ഒരുപാട് ട്രോമാസുകൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും, ഇമോഷണൽ പരമാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്ത് കടന്ന സമയമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി കണക്റ്റഡ് ആയത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പം യാതൊരു രീതിയിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത, അതായത് ഇമോഷണലി കണക്റ്റഡ് അല്ലാത്തൊരു പേഴ്സണാണ്. അതായത് ഒരു സംതൃപ്തിയില്ല, ബന്ധങ്ങളിലൊരു ആത്മസംതൃപ്തിയില്ല, അല്ലെ ബന്ധങ്ങളിൽ ഒരു റെസ്പെക്റ്റ് കാണിക്കുക, അവിടെ ഒരു വിശ്വസ്തത പുലർത്തുക, അവിടെ ഒരു ഐക്യമുണ്ടാവുക, ഒരു എന്താ പറയുക, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. റിലേഷൻഷിപ്പുകളിൽ ഏത് ബന്ധത്തിലാണെങ്കിലും കമ്മിറ്റ്മെൻറ്റ് എനർജി ഒരു പേഴ്സണ് ഒരു രീതിയിലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏത് സിറ്റുവേഷൻസിൽ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുറത്ത് കടക്കാൻ ഈ ഒരു പേഴ്സണ് സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള, അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചില ട്രോമാസുകൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ആ ഒരു വ്യക്തി വളരെ സന്തോഷം അനുഭവിച്ചിരുന്നു. നിങ്ങൾക്ക് തമ്മിൽ സെപ്പറേഷൻ നിൽക്കുന്ന വ്യക്തികൾ, നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ കാണുമ്പം നമുക്ക് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനിൽ ആ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് സന്തോഷം ആസ്വദിച്ചു. അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഇമോഷൻസുകളെയും, എല്ലാ ഒരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെയും എല്ലാം അവർ ശരിക്കും അനുഭവിച്ച് ആസ്വദിച്ച് കൈകാര്യം ചെയ്ത് കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് വന്നുവെങ്കിലും, അല്ലെങ്കിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഈഗോ ക്ലാഷും എല്ലാം ഉണ്ടായി എങ്കിൽ പോലും അതിനു മുൻപ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം പൂർണ്ണതയോടുകൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിന്നത്. പക്ഷേ നിങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഏജ് ഡിഫറൻസ് ആവാം, അതല്ലെങ്കിൽ ഒരു വ്യക്തി മാര്യേജ്, ഒരു വ്യക്തി അൺമാര്യേജ് എനർജിയിൽ നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും ഫാമിലി എനർജി ഉള്ളതാവാം, കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവാം. നിങ്ങൾക്കിടയിൽ പൊരുത്തപ്പെട്ട്, അതായത് ഒരു ലോങ് ടൈം പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി ഇല്ലായിരുന്നു. നിങ്ങൾക്കിടയിൽ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറുകയോ മറ്റുമൊക്കെ സംഭവിച്ച ഒരു എനർജി കാണുന്നുണ്ട്. അതിനേക്കാളും ഏറ്റവും മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കൂടി ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിരുന്നു. അതായത് നിങ്ങളോടൊപ്പം തന്നെ അവർ മറ്റൊരു സിറ്റുവേഷൻസിനെയും ചേർത്ത് പിടിച്ചിരുന്നു എന്നതും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം ഒരുപാട് ഡിപ്രഷൻ, ആൻസൈറ്റി ഈ ഒരു എനർജിയിലൂടെ കടന്നു പോയൊരു പേഴ്സണാണ്. ഒരുപാട് ഭയമുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിക്ക്. ശരിക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പാസ്റ്റിലേക്ക് നോക്കുമ്പം ശക്തമായ ട്രോമാസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയിലേക്ക് ഡിപ്രഷൻ എനർജിയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു വ്യക്തി അത് ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു. കാരണം ആ ഒരു വ്യക്തിയുടെ ബലഹീനത, കഴിവുകേട് ആ ഒരു വ്യക്തി ഒരിക്കലും മറ്റാരോടും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതും വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഒരുപാട് ഒറ്റപ്പെടുന്ന സമയത്ത്, ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കണക്റ്റ് ചെയ്ത് പോകുന്ന സമയങ്ങളിലെല്ലാം എപ്പോഴും വളരെയധികം ഓവർ തിങ്കിങ്, ആൻസൈറ്റി, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ ആ ഒരു വ്യക്തി സ്വയം കണക്റ്റ് ചെയ്ത് നിർത്തിയിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ പാസ്റ്റിൽ തന്നെയുള്ള, അതായത് നിങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെയും കണക്റ്റ് ചെയ്തത്. അത് രണ്ട് സിറ്റുവേഷൻസിനെയും ആ ഒരു വ്യക്തി വളരെ പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്ത് നിന്നിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് സ്റ്റാർ കാർഡിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ഒരു വ്യക്തിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാതെ പോയി എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു സെൽഫ് ലവ് എനർജി, അതായത് സ്വയം സ്നേഹിക്കുന്ന ഒരു ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. മറ്റുള്ളവരെ, അതായത് കൂടെ നിൽക്കുന്നവർക്ക് ഈ ഒരു പേഴ്സൺ ഒരു വാല്യൂവും കൽപ്പിക്കാതെ ഈ വ്യക്തി സ്വയം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന, അതായത് അവർക്കുടെ ഇമോഷൻസിനും അവർക്ക് തട്ടുകേടുകൾ
തെറ്റുകൾ വരാത്ത രീതിയിലും മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി ആയിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് നോക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളോട് ഒരു എന്താ പറയുക സ്ട്രോങ് ആയ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും കറൻറ്റിലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരുടെ ഫ്യൂച്ചർ ലക്ഷ്യം, അവരെന്താണോ ലക്ഷ്യം വെക്കുന്നത് ഫ്യൂച്ചറിലേക്ക്, അതിനെ ഹോൾഡ് ചെയ്ത് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ആണ് കേട്ടോ. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മിഥ്യായ എനർജി ഉള്ള, മറ്റുള്ള അതായത് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എന്തിനോടാണോ അഡിക്ഷൻ തോന്നുന്നത്, എന്താണോ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നോക്കാതെ അതിലേക്ക് എടുത്തു ചാടുന്ന ഒരു ക്യാരക്ടറുള്ള പേഴ്സണാണ്. അവിടെ നിന്നും അയാൾക്കൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നുണ്ട്. കർമ്മ അനുഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ആ ഒരു കർമ്മ എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റുകൾ തിരുത്താനുള്ളൊരു സമയം, ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ളൊരു സമയം, നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സമയമൊക്കെയാണ് ഈ ഒരു റിലേഷനിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിളായിട്ട് കാണുന്നത്. പിന്നെ ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ഒരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്. കുറച്ച് ഇമോഷണൽ ഈഗോ ഉണ്ടായിരുന്നു, അതായത് ഇമോഷൻസ് അങ്ങ് കാണിക്കാൻ മടിയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഇമോഷണൽ ബാലൻസിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിക്ക് കൊടുത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ച് നൽകാൻ ആ ഒരു വ്യക്തി റീ എൻട്രി ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അതായത് ഒരു റീയൂണിയൻ എനർജി ഈ റിലേഷനെ ബേസ് ചെയ്ത് വളരെ പവിത്രതയോടുകൂടി പോസിറ്റിവിറ്റിയോടുകൂടി തന്നെ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവസാനിച്ചു പോയ ഈ ഒരു വ്യക്തിയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും എൻഡായി എന്ന് ചിന്തിച്ച ബന്ധത്തിലാണ് റീബർത്ത് എനർജി കണക്റ്റഡ് ആവാൻ പോകുന്നത്. അതുപോലെ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി പ്രസൻസിനെ കണക്റ്റ് ചെയ്ത് നിർത്തേണ്ടി വരും കേട്ടോ. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ എടുത്തു മാറ്റുക എന്നത് ഡിഫിക്കൽറ്റിയാണ്. പക്ഷേ തേർഡ് പാർട്ടിയെക്കാളും കുറച്ചും കൂടി മുൻതൂക്കം നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു അവസരം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഹെർമിറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു റിലേഷനിൽ എലോൺ എനർജിയിൽ നിൽക്കുന്നവർ, അതായത് തേർഡ് സിറ്റുവേഷൻസും ഇല്ല, അതുപോലെ തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ശക്തമാകുന്ന, അതായത് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു റിയൂണിയൻ എനർജിയിലേക്ക് അവർ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹമോ അവർ പ്രകടിപ്പിക്കുകയും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി വരാനും ആ ഒരു എനർജി തയ്യാറാകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് അവർക്ക് ലഭിച്ച ഒരു തിരിച്ചറിവാണ് കേട്ടോ. അവരൊരു സോൾ സെർച്ചിങ് എനർജിയിൽ അവരൊന്ന് ഒറ്റപ്പെട്ട് നിന്നപ്പം അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലരെയൊക്കെ മാര്യേജ് എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ചിലർ സിംഗിൾ എനർജിയിൽ നിന്നവർ, പുതിയൊരു ജീവിത സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാര്യേജ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ നിൽക്കുന്നവർക്ക് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടും തുറന്ന് സംസാരിച്ചുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഇട്ട് തരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ അവരൊരു ഫോക്കസ്ഡ് എനർജിയും പ്രൊട്ടക്ഷൻ എനർജിയും തീർക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എനർജിയിലൂടെയൊക്കെ കടന്നു പോയാൽ ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രസൻസ് നിൽക്കുന്നതിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. കാരണം തേർഡ് സിറ്റുവേഷൻസിനെ മാറ്റി നിർത്താതെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക്. അതിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി. ബാലൻസ് എനർജികളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഒരു പ്രഷ്യസ്നെസ്സും ഒരു പ്രൊട്ടക്ഷൻ എനർജി, നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കണം, നിങ്ങളെ കീപ്പ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടതാകുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ട് നിങ്ങളിലേക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. 7 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരുപാട് ചോയ്സ് ഉള്ള, അതായത് ഒന്നിലധികം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് വരുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ കർമ്മ എനർജി, ജസ്റ്റിസ് നേരിട്ട വ്യക്തികളുടെ എനർജിയിലേക്ക് തന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് കാലമാണ് തിരിച്ചടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡിവൈൻ്റെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ വിധി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ
വിധി മാറുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ്. ഒന്നെങ്കിൽ അവരൊരു കർമ്മ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു നീതി നടപ്പിലാക്കണം, കാര്യങ്ങളെ ബാലൻസ് ചെയ്യണമെന്നുള്ളൊരു തിരിച്ചറിവും ശരിയും തെറ്റും തിരുത്തണമെന്നും ആവശ്യമില്ലാത്ത, അതായത് മറ്റുള്ളതിനോട് തോന്നുന്ന അട്രാക്ഷൻ, അത് ചിലപ്പോൾ ലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ ഫിനാൻസസ് പണത്തിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ മറ്റു ഭൗതികമാകുന്ന പല കാര്യങ്ങളിലേക്കും ഓടി നടക്കുന്ന, ജീവിതത്തിൽ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ പോകുന്ന വ്യക്തികളാവാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരുടെ വിധി മാറുകയാണ്, അവരുടെ സമയം ചേഞ്ച് ആവുകയാണ്. അവരെവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും എവിടെയാണ് കണക്ട് ചെയ്ത് നിൽക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് അവരിൽ വരുന്നു. അതവരുടെ സമയം ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇറക്കങ്ങൾക്കൊരു കയറ്റം വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് എനർജികളിൽ കാത്തിരിപ്പിൻ്റെ, കുറച്ചും കൂടി ഒന്ന് വെയിറ്റിംഗ് ചെയ്യണമെന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കാണ് ഒരു ഫലം വരാൻ സാധിക്കുന്നത് കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജി എന്ന് പറയുന്നത്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് കുറച്ച് കാലം കൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു ബന്ധത്തെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിൽ ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആളുണ്ട്, ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആലോചിക്കുകയാണ്, വരും വരായികകളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവർക്ക് ഒരു സമയം, അതായത് അതും ഡിവൈൻ്റെ ഒരു ടൈമിംഗ് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ കണക്റ്റഡ് ആവാൻ പോകുന്നതായിട്ട് കാണുന്നത്. ശരിക്കും മിറാക്കിൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ വലിയൊരു മാറ്റം, ഒരു തിരിച്ചറിവ്, അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില തലത്തിലേക്ക് ഒരു ബന്ധത്തെ എത്തിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ.